തമ്പി എന്ന് പറയുന്ന സമയത്ത് ലക്ഷ്മിയുടെ ഫേസിലുണ്ടാവുന്ന ഒരു ചേഞ്ച്, അതായത് ലക്ഷ്മിയുടെ ലെഫ്റ്റ് ഷോൾഡർ ചെറിയൊരു ഷ്രഗ് ഉണ്ടാവുന്നുണ്ട്. അതായത് വളരെ മൈന്യൂട്ടായിട്ട് ഒന്ന് അപ്പായി ഡൗൺ ആവും. ഇവർക്ക് അവരുടെ ഹസ്ബൻഡിനോട് ഒരു സ്നേഹമില്ലേ? ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം ഉള്ള ഒരു വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ലക്ഷ്മിയുടെ മനോരമയിൽ വന്ന ഇന്റർവ്യൂ കണ്ടിട്ട് എല്ലാവർക്കും തന്നെ കൺഫ്യൂഷൻ ആണ്. ലക്ഷ്മിയുടെ മനസ്സിൽ എന്താണ്, ലക്ഷ്മി എന്താണ് ഇങ്ങനെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലെ ഇരുന്ന് ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരങ്ങൾ നൽകുന്നത് ചിന്തിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള പലരും ആഗ്രഹിച്ച ഒരു കാര്യമാണ്, ഏതെങ്കിലും ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഈ മനുഷ്യന്റെ സ്വഭാവത്തിനെയൊക്കെ അനലൈസ് ചെയ്യുന്നവർക്ക് ലക്ഷ്മിയുടെ ബിഹേവിയറൽ പാറ്റേണിനെ എന്താണ് ലക്ഷ്മി ഉദ്ദേശിക്കുന്നതെന്ന് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് പറഞ്ഞു തരാൻ പറ്റും. അതായത് നമ്മുടെ വിദേശ രാജ്യത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ പല മർഡേഴ്സും നടക്കുമ്പോൾ ബിഹേവിയറിനെ അനലൈസ് ചെയ്യുന്ന സൈക്കോളജിസ്റ്റുമാര് ചെന്നിട്ട് അവരെന്തുകൊണ്ടാണ് ആ ഒരു പ്രതി ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്തത് എന്നൊക്കെ അനലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ ലക്ഷ്മിയുടെ ബിഹേവിയറിനെ മൊത്തത്തിൽ നമുക്കൊരു സത്യസന്ധമായി ആ ഇന്റർവ്യൂവിനെ കാണാൻ കഴിഞ്ഞില്ല. എല്ലാം മുൻകൂട്ടി പ്ലാൻഡ് ആയിരുന്നു. അത് മാത്രമല്ല, അടച്ചിട്ട ഒരു മുറിയിൽ നടന്ന ഒരു ഇന്റർവ്യൂവും കൂടെയാണ്. ലക്ഷ്മിയിലെ പല ദുരൂഹമായ ബിഹേവിയറും നമുക്ക് അതിൽ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വിഷമത്തിനെ തീർക്കാനായിട്ട് നിരീഷ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, അദ്ദേഹം എക്സ്പേർട്ട് ഇൻ ബിഹേവിയർ അനലൈസിസ് ആൻഡ് പ്രൊഫൈലിംഗ് ആണ് അദ്ദേഹത്തിന്റെ ജോബ് എന്ന് പറയുന്നത്. അദ്ദേഹം ലക്ഷ്മിയുടെ മനോരമയിലുള്ള അദ്ദേഹത്തിന് സംശയമായിട്ട് തോന്നിയ കുറച്ച് പോർഷൻസ് എടുത്ത് നന്നായിട്ട് നിരീക്ഷിച്ച് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ആ ഒരു വീഡിയോയിലോട്ട് പോകാം. ഡിയർ ഫ്രണ്ട്സ്, ഇദ്ദേഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്മിയെ നിരീക്ഷിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഈ ഇന്റർവ്യൂ ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റിലാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹൈ ആയിട്ട് എക്സ്പ്രസ്ഡ് ആയിരിക്കുന്ന ബിഹേവിയേഴ്സ് മാത്രമായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു നിരീക്ഷണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ലക്ഷ്മിയുടെ നോർമൽ ആയിട്ടുള്ള ബിഹേവിയർ നമ്മൾക്ക് അറിയണം, അല്ലേ? അതായത് ഈ ആക്സിഡന്റിനൊക്കെ മുൻപ് ബാലു ജീവിച്ചിരുന്ന സമയത്ത് ലക്ഷ്മി എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമുക്ക് അറിയേണ്ടത് അത്യാവശ്യമാണ്. ആ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. ഭയങ്കര എക്സ്ട്രീംസ് ആണ്. എക്സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും മറ്റാർക്കും കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ എക്സ്ട്രീംസ്. അതിപ്പം മൂഡ് ഔട്ട് ആയാലും, ഹാപ്പി ആവുന്നതായാലും, പെട്ടെന്ന് എക്സൈറ്റഡ് ആവുന്നതായാലും, മ്യൂസിക്കിൽ പ്രാക്ടീസിന്റെ കാര്യത്തിലായാലും, എല്ലാ കാര്യത്തിലും മൂഡ് ഔട്ട് ആയാലും എല്ലാത്തിന്റെയും എക്സ്ട്രീംസ് നമുക്ക് കാണണമെങ്കിൽ ആളെ നോക്കാം. ഇനി ഈ സൈക്കോളജിസ്റ്റിന് എന്താണ് ഈ ഒരു വീഡിയോയെ കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടിട്ട് വരാം. സോ ഈ വീഡിയോയിൽ ലക്ഷ്മി വളരെ ഹാപ്പിയാണ്, വളരെ റിലാക്സ്ഡ് ആണ്, വളരെ കംഫർട്ടബിൾ ആണ്. സോ ഈ ഒരു ടൈമിൽ ലക്ഷ്മി കൂടുതൽ ബോഡി മൂവ്മെന്റ്സ് കൂടുതലായിട്ട് എക്സ്പ്രസീവ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ബ്ലിങ്ക് റേറ്റ് നോർമൽ വളരെ ലോ ആണ്. സോ ഇനി നമ്മൾ പോകുന്നത് ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് നോക്കാനാണ്. ഇപ്പോൾ നമ്മൾ ലക്ഷ്മിയുടെ ഒരേ ഒരു ഇന്റർവ്യൂയെ കണ്ടിട്ടുള്ളൂ, അത് ഈ മനോരമയിൽ വന്നതാണ്. അപ്പൊ അതില് ലക്ഷ്മിയെ അനലൈസ് ചെയ്യുന്നത് ലക്ഷ്മിയുടെ ഇഞ്ചുറി, മെന്റൽ കണ്ടീഷൻ എല്ലാത്തിനെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആ ഇന്റർവ്യൂയുടെ തുടക്കത്തിൽ ലക്ഷ്മി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതിനെയാണ് ഒരു ബേസ് ലൈൻ ബിഹേവിയർ ആയിട്ട് ഇവിടെ ഡോക്ടർ എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റിൽ നടക്കുന്ന ഒരു ഇന്റർവ്യൂ ആണല്ലേ ഇത്. അപ്പോൾ അതിൻ്റെതായ ടെൻഷനും ലക്ഷ്മിക്ക് കാണും. അപ്പോൾ ഈ ആദ്യം ഇന്റർവ്യൂ തുടങ്ങുമ്പോഴുള്ള ആ ഒരു ബിഹേവിയറിനെ ആണ് നോർമൽ ബിഹേവിയർ ആയിട്ട് ഇതിൽ സൈക്കോളജിസ്റ്റ് എടുത്തിരിക്കുന്ന ആ ഒരു ബിഹേവിയർ നമുക്ക് കണ്ടിട്ട് വരാം. അപകടം ബാധിക്കപ്പെട്ട ഒരാളും കൂടിയാണല്ലോ. അപ്പോൾ അതായത് ഫിസിക്കലി ബാധിക്കപ്പെട്ട ഒരാളും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് തന്നെ മാനസികമായ ബുദ്ധിമുട്ടുകളും രണ്ടും ഒരേ സമയം എന്നെ ബാധിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾ തന്നെ വേണ്ടി വന്നു എനിക്ക് റിയാലിറ്റി എന്താണെന്ന് ഞാൻ ശരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ. അതുവരെയും ഒരു ഡ്യുവൽ ലൈഫ് പോലുള്ളൊരു മാനസികാവസ്ഥയായിരുന്നു. ബ്രെയിൻ ഇഞ്ചുറിക്ക് ശേഷം റിക്കവർ ചെയ്ത് വരുന്ന ഒരവസ്ഥയിൽ ആ തളർച്ച മാറുമ്പോഴേക്കും വിവാദങ്ങൾ തുടങ്ങി. പിന്നെ ഈ ഒരു സ്വഭാവത്തിനെ പറ്റി സൈക്കോളജിസ്റ്റ് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഇത് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ബേസ് ലൈൻ ബിഹേവിയറിൽ നിന്നുണ്ടാകുന്ന ഡീവിയേഷൻസ്, ബിഹേവിയർ ലീക്സ് വളരെ ലോ ആയിരിക്കും. സോ എന്നിരുന്നാലും ഈ വീഡിയോയുടെ ഇനീഷ്യൽ പാർട്ട് എന്ന രീതിയിൽ നമുക്കിതൊരു ബേസ് ലൈൻ ആയിട്ട് എടുക്കാം. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലക്ഷ്മിയുടെ ബ്ലിങ്ക് റേറ്റ് വളരെ ഹൈ ആണ്. ദാറ്റ് മീൻസ് ലക്ഷ്മി ഓൾറെഡി ഒരു സ്ട്രെസ്ഡ് സിറ്റുവേഷനിലാണ്. അതുപോലെ തന്നെ ബോഡി മൂവ്മെന്റ്സ് വളരെ ലോ ആണ്, കൈകളൊന്നും യൂസ് ചെയ്യുന്നത് പോലുമില്ല. പിന്നെ വോയിസിന്റെ പിച്ച്, സംസാരത്തിന്റെ വേഗത, ഇതെല്ലാം വളരെ സ്റ്റഡിയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസ് ലൈൻ ആയിട്ട് ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ബാലഭാസ്കർ ഉണ്ടായിരുന്നപ്പോഴുള്ള ആ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ കണ്ടതാണ് ലക്ഷ്മി വളരെ സന്തോഷവതിയാണ്, ആക്റ്റീവാണ്, ബോഡിയൊക്കെ നന്നായിട്ട് മൂവ് ചെയ്ത് കൈയൊക്കെ അനക്കി നന്നായിട്ടാണ് സംസാരിക്കുന്നത്, അല്ലേ? എന്നാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അപ്പൊ ഇതിനെയാണ് ഈ സൈക്കോളജിസ്റ്റ് ഒരു ബേസ് ലൈൻ ബിഹേവിയർ ആയിട്ട് ഈ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അർജുനുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റി ലക്ഷ്മിയോട് ഈ ആങ്കർ ചോദിക്കുന്നതാണ് കേട്ടോ. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്ന് പറയുന്ന ആളാണ് ഈ വണ്ടിയിൽ ഉണ്ടായിരുന്ന അതിന്റെ ഡ്രൈവർ ആയിരുന്ന ആള്. ഈ അർജുൻ എങ്ങനെയാണ് ബാലുവിനൊപ്പം എത്തിപ്പെടുന്നത്?
അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ അയാളൊരു ഒരു സ്കൂൾ സ്റ്റുഡന്റ് ആയിരുന്ന സമയം മുതലാണ് ആ ഫാമിലിയിൽ നിന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്ന ഫാമിലിയുടെ ബന്ധുക്കളാണ്. ആ രീതിയിലാണ് പരിചയമുള്ളത്. അതിനുശേഷം ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയൊരു ക്ലോസ് അടുപ്പൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. ആ രീതിയിലാണ് പരിചയമുള്ളത്. അതിനുശേഷം ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയൊരു ക്ലോസ് അടുപ്പൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ലക്ഷ്മി വ്യക്തമായിട്ട് പറയുന്നുണ്ട് വലിയ ക്ലോസ് ആയിട്ടുള്ള അടുപ്പമൊന്നും ലക്ഷ്മിക്ക് ഈ അർജുനുമായിട്ട് ഇരുന്നു എന്നുള്ളത്. അതിനെപ്പറ്റി ഡോക്ടറിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടിട്ട് വരാം. എന്നാൽ ഇത് പച്ച കള്ളമാണെന്നുള്ളത് പിന്നെ തെളിഞ്ഞിട്ടുണ്ട്. അതിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അതായത് വലിയൊരു ക്ലോസ് അടുപ്പമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിൽ നമ്മൾ യൂസ് ചെയ്യുക, എന്താണോ സബ്ജക്റ്റ് പറയുന്നത് അത് അതേപോലെ ട്രൂത്ത് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുക. സോ അതുപോലെ ഒരു അടുപ്പം ആദ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് അവിടെ കൊണ്ട് അവസാനിച്ച് മറ്റൊരു തരത്തിലേക്ക് പോകുന്നു. ദാറ്റ് മീൻസ് ആദ്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ പിന്നീട് ഉണ്ടാവാം. ദർ ഇസ് എ ചാൻസ്. സുഹൃത്തുക്കളെ, ആദ്യം ഒന്നും അടുപ്പം ഉണ്ടായിരുന്നില്ല, പിന്നെ ഉണ്ടായേക്കാം എന്നുള്ള ഒരു ചാൻസ് ആണ് അവിടെ പറയുന്നത്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഇവിടെ ലക്ഷ്മി ഒരു ബന്ധുവിനെ പറ്റി പറയുന്നുണ്ട്. ആ ബന്ധുവാണ് പൂന്തോട്ടം ലത എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തിയുടെ ബന്ധുവാണ് ഈ അർജുൻ എന്ന് പറയുന്നത്. അപ്പോൾ പൂന്തോട്ടം ലത ഈ അർജുനെ എത്ര നാള് കൊണ്ട് ബാലുവിന് അറിയാമെന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ലതയുടെ ഹസ്ബൻഡായ ഡോക്ടർ രവീന്ദ്രനാഥ് ആണ് ഇത് പറയുന്നത് കേട്ടോ. അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഡ്രൈവർ എന്ന് പറയപ്പെടുന്ന അർജുൻ, അത് ഞങ്ങളുടെ എൻ്റെ വൈഫിന്റെ ഏട്ടന്റെ മകനാണ്. ഈ അർജുനെ തിരുവനന്തപുരത്തേക്ക് 10 വയസ്സ് മുതൽ ബാലുവിനെ അറിയാം. കാരണം ബാലു 15 വർഷമായിട്ട് അറിയുന്നതാണ്. ഇവരൊക്കെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയം മുതൽക്ക് തന്നെ ബാലുവിനെ അറിയുന്നതാണ്. ഡ്രൈവറുമല്ല, ബാലു കൊണ്ടുപോയത് ബാലുവിന്റെ ഡ്രൈവറായിട്ടല്ല, ഒരു ജോലി ശരിപ്പെടുത്തി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. അത് ഒരു സ്ഥലത്ത് പോയി അത് വേണ്ടത്ര ശരിയാവാതെ അതിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാല് ഇവിടെ രസകരമായ ഒരു കാര്യം അദ്ദേഹത്തിന്റെ വായിന്ന് തന്നെ വീഴുന്നുണ്ട്. അതായത് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് അർജുൻ പോകുന്നത്, അതായത് ഏത് സംഭവം എന്ന് ഇവിടെ എങ്ങനെയാണ് അദ്ദേഹത്തിന് പറയാൻ തോന്നിയതെന്ന് എനിക്കറിയത്തില്ല. കാരണം കുഞ്ഞിന്റെ നേർച്ചയുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അർജുനെ ഡ്രൈവറായിട്ട് അന്നേരം ഇവര് കൊണ്ടുപോയി, ബാലു ഒക്കെ. അതൊരു സംഭവം, ഈ ഒരു സംഭവം, അതായത് ഈ സംഭവം ക്രിയേറ്റ് ചെയ്യാൻ, അതായത് ഈ ആക്സിഡന്റ് എന്ന് പറയുന്ന സംഭവം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ പൂന്തോട്ടം ലതയും ഈ ഹസ്ബൻഡിനെയും വായിന്ന് ഒത്തിരി സംശയാസ്പദമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. പ്രിയ സുഹൃത്തുക്കളെ, നല്ല കള്ളത്തരങ്ങൾ ഇവരുടെ രണ്ടുപേരുടെയും കാര്യത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ലക്ഷ്മി പറഞ്ഞിരിക്കുന്ന കാര്യം പൊളിഞ്ഞിരിക്കുവാണ്. 15 വർഷമായിട്ട് ബാലഭാസ്കറിന് അർജുനെ അറിയാം. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം അർജുൻ ഇവിടുന്ന് നാട് വിട്ടു പോകുന്നു, അങ്ങനെയുള്ള വാർത്തകൾ വന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുള്ളി സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലാവുന്നു ഒക്കെ വന്നു. ഇതിനിടയ്ക്ക് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെന്ന് മാത്രമല്ല, പുള്ളി ഞങ്ങൾക്കെതിരെയൊക്കെ കേസും ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയെ മനഃപൂർവ്വം അയാളല്ല ഡ്രൈവ് ചെയ്തിരുന്നത്. ഫ്രണ്ട്സ്, ഈ ഒരു ഇൻസിഡന്റ്, അതായത് ലക്ഷ്മിക്കോ ആർക്കോ എതിരെയായിട്ട് അർജുൻ കേസ് ഫയൽ ചെയ്തെന്നുള്ളത്, ഈ ഒരു ഇൻസിഡന്റ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ബാലഭാസ്കറിന്റെ ആക്സിഡന്റ് നടന്ന് കുറച്ച് ദിവസങ്ങൾ എന്തോ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കിംവദന്തി പുറത്തു വന്നു. അതായത് ലക്ഷ്മി അർജുനെ സേഫ് ആക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു കിംവദന്തി പരന്നതോടുകൂടി ഒരു 2-3 ദിവസത്തിനുള്ളിലാണ് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ചെല്ലുന്നത്. അതായത് അർജുൻ ലക്ഷ്മിക്കെതിരായിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നതായിട്ട് ന്യൂസ് ചാനൽസിലെല്ലാം വന്നത്. അന്നേ ഇത് കേട്ടപ്പോൾ കണ്ണി പൊടിയിടാനാണെന്ന് തോന്നിയായിരുന്നു. കാരണം ഈ കംപ്ലൈന്റിന് ശേഷം പിന്നെ ഒരു കംപ്ലൈന്റ് ബാലുവിന്റെ അച്ഛന്റെ എതിരായിട്ട് പോയായിരുന്നു. അതായത് ബാലു കാരണമാണ്, അതായത് ബാലുവിന്റെ ഡ്രൈവറായിട്ടാണല്ലോ അർജുൻ പോയത്. അപ്പൊ അർജുന് ഇത്രയും ആക്സിഡന്റും കാര്യങ്ങളും സംഭവിച്ചത്, അതുകൊണ്ട് 1 കോടിയോ എത്ര രൂപ അയാൾക്ക് നഷ്ടപരിഹാരമായി കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ അർജുൻ ബാലുവിന്റെ അച്ഛനെതിരെയായിട്ട് ഫയൽ ചെയ്തു കേസ്. അത് ഇന്നും അങ്ങനെ തന്നെ പോകുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി ലക്ഷ്മിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെയാണ് നമ്മുടെ സൈക്കോളജിസ്റ്റ് നോക്കി കാണുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഈ സ്റ്റേറ്റ്മെന്റിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ ബേസ് ലൈൻ ബിഹേവിയർ എടുത്ത സമയത്ത് ഒരു സബ്ജക്റ്റ് കൂടുതലായിട്ടും അവരെ തന്നെ പോയിന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത പ്രോനൗൺ എന്ന് പറയുന്നത് ഞാനാണ്. അതായത് ഞാൻ അങ്ങനെയായിരുന്നു, എനിക്കിങ്ങനെയായിരുന്നു, ഇങ്ങനെ ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഞങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്തു. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അനാലിസിസ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് കേസ് ഹിസ്റ്ററിയിലോട്ട് പോയില്ല. അങ്ങനെ ഒരു കേസ് ഹിസ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു മുൻവിധി ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലായതുകൊണ്ട് അങ്ങനെ ഒരു ബയസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ, ഇത് ഓൾറെഡി ആദ്യമേ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. മേ ബി ഇത് ശരിയായിരിക്കാം. പക്ഷേ ഞാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രൊനൗൺസിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഞങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ മറ്റാരൊക്കെയോ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. സോ ബേസ്ഡ് ഓൺ തിയറീസ് ഇത് സ്റ്റേറ്റ്മെന്റ്സിൽ ബേസ് ലൈനിൽ ഉണ്ടാകുന്ന ചെറിയൊരു ഡീവിയേഷനാണ്. സോ ഇത് നോർമൽ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു കൺട്രോൾഡ് എൻവയോൺമെന്റ് ആണ്, നമുക്ക് ഡയറക്റ്റ്ലി ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല.
സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഡീവിയേഷനായിട്ട് കൺസിഡർ ചെയ്യാം, ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സിന്റെ കൂടെ കമ്പൈൻ ചെയ്ത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോയ്ക്ക് ഈ സൈക്കോളജിസ്റ്റ് അനലൈസ് ചെയ്തിരിക്കുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ വീഡിയോയില് തമ്പിയെ കുറിച്ചാണ് ആങ്കർ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ വേറെ വന്നൊരു സംഗതി ബാലുവിന്റെ മൊബൈൽ ഫോണുകൾ സംബന്ധിച്ചായിരുന്നു. ആ മൊബൈൽ ഫോൺ ലക്ഷ്മി ആവശ്യപ്പെട്ടിട്ടും പ്രകാശൻ തമ്പി എന്ന ആള് തന്നില്ല എന്നായിരുന്നു വാർത്തകളുണ്ടായത്. അതിൽ ചില ദുരൂഹതകളുണ്ട്. പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും ഈ കേസുമായിട്ട് ഇടപെട്ട് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് അതിനെക്കുറിച്ച് ലക്ഷ്മിയുടെ ഒരു അറിവിൽ എന്താ ഉള്ളത്? ഫോൺ ഒന്ന് ആവശ്യപ്പെടുന്നത് ഞാനല്ല. ഞാൻ ആ സമയത്ത് അതിനൊന്നുമുള്ള അവസ്ഥയിലൊന്നുമല്ല. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയുമില്ല. എൻ്റെ അമ്മയാണ് ഈ ബാലുവിൻ്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു, തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളി പേഴ്സ് തിരിച്ച് കൊണ്ട് കൊടുത്തു അത്രേ. പക്ഷേ ഫോൺ കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ, ഞാൻ തന്നേക്കാം, ഉറപ്പായിട്ടും തിരിച്ചു തരാം, 1-2 ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വളരെ വ്യക്തിപരമായ രീതിയിൽ ചോദിച്ചു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ഈ മൊത്തം ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ സംശയം നിഴലിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ഹസ്ബൻഡിന്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ആയ വാച്ച്, പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മൊബൈൽ ഫോൺ ഒക്കെ ഭാര്യ സൂക്ഷിച്ചു വെക്കും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട്. ഇവിടെ നമ്മുടെ ലക്ഷ്മി എന്ത് നിസ്സാരവൽക്കരിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. അതായത് പേഴ്സ് കൊണ്ടു കൊടുത്തു അത്രേ എന്ന്, അതായത് ആർക്കോ വേണ്ടി, അതായത് ലക്ഷ്മിക്ക് ഇതൊന്നും ആവശ്യമേ ഇല്ല. ഇതാണ് പലവരിലും ഒരു സംശയം നിഴലിച്ചത്. അതായത് ഇവർക്ക് അവരുടെ ഹസ്ബൻഡിനോടൊത്ത് ഒരു സ്നേഹമില്ലേ എന്നുള്ള രീതിയിലുള്ള സംശയം. അത് മാത്രമല്ല ഈ ഒരു ഫോണിനെ പറ്റി അവർ പിന്നെ അന്വേഷിച്ചിട്ടേ ഇല്ലെന്നുള്ളതാണ് സത്യം. അതായത് 6 മാസം കഴിഞ്ഞ്, ഈ ഇൻസിഡന്റ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് തമ്പിയെ സ്വർണ്ണക്കടത്തിന് പിടിക്കുന്ന സമയത്ത്, തമ്പിയുടെ വീട് റെയ്ഡ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഫോൺ കണ്ടുപിടിക്കുന്നത്. അതും പൂജാമുറിയിൽ ഒളിപ്പിച്ച് വെച്ച രീതിയിലാണ് ഈ ഫോൺ കിട്ടുന്നത്. അതുവരെയും ഈ അമ്മയോ മകളോ ഈ ഒരു ഫോണിനെ അന്വേഷിച്ചതേ ഇല്ല. എന്തൊരു സ്ട്രെയിഞ്ച് ആണല്ലേ അത്. ഇനി നമുക്ക് ഈ സൈക്കോളജിസ്റ്റിന് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും ആ സമയത്തുള്ള അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും അവരുടെ ശരീരത്തിന്റെ മൂവ്മെന്റ്സിനെ കുറിച്ചും എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഇവിടെ ബ്ലിങ്ക് റേറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ബേസ് ലൈനിലുള്ള പോലെ തന്നെ ഇവിടെയും ബ്ലിങ്ക് റേറ്റ് വളരെ ഹൈ ആണ്. പക്ഷേ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം, അതായത് ഇതൊരു ചെറിയൊരു ബിഹേവിയർ ചേഞ്ച് ആണ്, പക്ഷേ അതിനെ ഫോളോ ചെയ്ത് ഒരു ക്ലസ്റ്റർ ഓഫ് ബിഹേവിയർ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് ഉണ്ടായിരുന്നത് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഡോക്ടർ ഇവിടെ പറയുന്നത് ബേസ് ലൈനിൽ കാണുന്ന തന്നെ പല കാര്യങ്ങളും, അതായത് നമ്മൾ ആദ്യത്തെ ഇവരുടെ ബിഹേവിയർ, ഈ ഇന്റർവ്യൂ തുടങ്ങുമ്പോഴുള്ള ബിഹേവിയറിൽ കാണുന്നത് തന്നെ ചില കാര്യങ്ങൾ ഇപ്പോഴും അതിൽ കാണുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ ഇവരുടെ ബിഹേവിയറിൽ വലുതായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് മാത്രമല്ല അതിനെ മുന്നോട്ടുള്ള അവരുടെ സ്റ്റേറ്റ്മെന്റിലും അത് കാണാൻ കഴിയുന്നുണ്ട്. മനസ്സിലായോ? ഒന്നും കൂടി നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. അതായത് ലക്ഷ്മിയോട് തമ്പിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ലക്ഷ്മിയുടെ പിരികം പൊങ്ങുകയും കണ്ണുകൾ പെട്ടെന്ന് ചിമ്മുകയും ലക്ഷ്മി പെട്ടെന്ന് ഒരു അലേർട്ട് ആവുകയും കോൺഷ്യസ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും ഈ കേസുമായിട്ട് ഇടപെട്ട് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് അതിനെക്കുറിച്ച് പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും ഈ കേസുമായിട്ട് ഇടപെട്ട് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് അതിനെക്കുറിച്ച് ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ വ്യക്തമായി കാണാം ലക്ഷ്മിയുടെ ആ ഒരു പെട്ടെന്നുള്ള എന്തോ ഒരു ഇത്. അതായത് ഇതില്ല മണിച്ചിത്രത്താഴില് നമ്മുടെ ഈ ചെലങ്ക എടുത്ത് വെച്ച് എന്തോ ഒരു കാര്യം നമ്മുടെ മോഹൻലാല് ഷോഫിനെ എടുത്ത് ചോദിക്കുമ്പോൾ ഷോഫിനയ്ക്ക് പെട്ടെന്ന് ആ ഒരു ദേഷ്യമൊക്കെ വന്നിട്ട് ആ ആഭരണങ്ങൾ എടുത്ത് കാണിക്കുന്ന ഒരു ബിഹേവിയർ ഉണ്ടല്ലോ, ഇങ്ങനെ പെട്ടെന്ന് ചേഞ്ചസ് മുഖത്ത് വരുന്ന. അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു സീൻ കണ്ടപ്പോൾ ഓർമ്മ വന്ന പ്രിയ സുഹൃത്തുക്കളെ. സൈക്കോളജിസ്റ്റ് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. തമ്പി എന്ന് പറയുന്ന ദുരൂഹതകളുണ്ട്. പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും തമ്പി എന്ന് പറയുന്ന സമയത്ത് ലക്ഷ്മിയുടെ ഫേസിലുണ്ടാവുന്ന ഒരു ചേഞ്ച്, അതായത് ലക്ഷ്മി വളരെ ഫോക്കസ്ഡ് ആവുന്നു, അലേർട്ട് ആവുന്നു, ഐബ്രോസ് ഏരിയാസ് വളരെ ടൈറ്റൺ ആവുന്നു, കണ്ണുകൾ വളരെ നാരോ ആവുന്നു. ദാറ്റ് മീൻസ് ഷീസ് ഫോക്കസിങ് മച്ച് മോർ. അതായത് പെട്ടെന്ന് ഒരു അലേർട്ട് ഉണ്ടാവുന്നു. സോ നമ്മളിത് മാത്രമാണ് എൻ്റെ കോൺവെർസേഷനിൽ കാണുന്നതെങ്കിൽ വി ക്യാൻ അവോയ്ഡ് ഇറ്റ്, ബട്ട് ദർ ഇസ് എ ഫോളോ അപ്പ്. റെഡ് ഫ്ലാഗ് എന്നാണ് ഈ സൈക്കോളജിസ്റ്റ് പറയുന്നത്. അതായത് അവിടെ ലക്ഷ്മി എന്തോ കള്ളത്തരമാണ് കാണിക്കുന്നതെന്നാണ്. അപ്പോൾ അടുത്ത എന്തുകൊണ്ടാണ് ഡോക്ടറിന് അതൊരു കള്ളത്തരമായിട്ട് തോന്നിയതെന്നും കൂടെ നമുക്ക് കണ്ടിട്ട് വരാം. ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് അതിനെക്കുറിച്ച് ലക്ഷ്മിയുടെ ഒരു അറിവിൽ എന്താ ഉള്ളത്? ഫോൺ ഒന്ന് ആവശ്യപ്പെടുന്നത് ഞാനല്ല. ഞാൻ ആ സമയത്ത് അതിനൊന്നുമുള്ള അവസ്ഥയിലൊന്നുമല്ല. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയുമില്ല. ഞാൻ ആ അവസ്ഥയിലല്ല, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയുമില്ല. ദിസ് ഇസ് എ കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ അങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിർത്തുന്നു. എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊരു തരത്തിലും ഇതൊരു ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാം.
മലയാളത്തിൽ പറയുവാണെങ്കിൽ ലക്ഷ്മി അവിടെ ഒഴിവ് കഴിവുകൾ പറയുവാണ്. അതായത് ആ ഒരു ഇൻസിഡന്റിന് തടി തപ്പാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇനി അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള നമുക്ക് കാണാം. എൻ്റെ അമ്മയാണ് ഈ ബാലുവിൻ്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു, തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളി പേഴ്സൊക്കെ തിരിച്ച് കൊണ്ടു കൊടുത്തു അത്രേ. പക്ഷേ ഫോൺ കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ, ഞാൻ തന്നേക്കാം, ഉറപ്പായിട്ടും തിരിച്ചു തരാം, ഞാൻ 1-2 ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വളരെ വ്യക്തിപരമായ രീതിയിൽ ചോദിച്ചപ്പം ഇതിനെക്കുറിച്ച് സൈക്കോളജിസ്റ്റ് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. വളരെ വ്യക്തിപരമായിട്ടുള്ള രീതി എന്ന് പറയുമ്പോൾ സ്പീച്ചിലുണ്ടാവുന്ന, അതായത് സംസാരത്തിലുണ്ടാവുന്ന സ്പീഡിൻ്റെ ചേഞ്ച്, പിച്ചിൻ്റെ ചേഞ്ച്, അതിനോടൊപ്പം തന്നെ ലക്ഷ്മിയുടെ ലെഫ്റ്റ് ഷോൾഡർ ചെറിയൊരു ഷ്രഗ് ഉണ്ടാകുന്നുണ്ട്. അതായത് വളരെ മൈന്യൂട്ടായിട്ട് ഒന്ന് അപ്പായി ഡൗൺ ആവും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ബിഹേവിയർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ്സ് എ റെഡ് ഫ്ലാഗ്. അതായത് ഈ ഷോൾഡർ ഷ്രഗ് ഉദ്ദേശിക്കുന്നത് വളരെ ആൻസൈറ്റി, അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ ഒരു അൺസർട്ടനിറ്റി, അല്ലെങ്കിൽ സ്ഥിരതയില്ലായ്മ, ഇൻകോൺഗ്രുവൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബിഹേവിയറാണ്. ഇതൊരു സിംഗിൾ ബിഹേവിയർ അല്ല. ഇതിൻ്റെ കൂടെ പിച്ചിലുണ്ടാവുന്ന ഡിക്രീസ്, അതായത് പിച്ച് വളരെ താഴ്ന്നു, സംസാരത്തിൻ്റെ സ്പീഡ് കുറയുന്നു. സോ ദാറ്റ്സ് എ റെഡ് ഫ്ലാഗ്. അതായത് തമ്പിയുടെ പേര് പറഞ്ഞപ്പോൾ വളരെ അലേർട്ട് ആവുന്നു, ആൻഡ് ഫോളോ അപ്പ് ആയിട്ട് സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ് വരുന്നു. അഗെയിൻ ദീസ് 3 ബിഹേവിയർ ചേഞ്ചസ് ആർ ദർ. സോ ദർ ഈസ് സംതിങ് ഓഫ്. നമുക്ക് ഈ ജോർജ് ജോസഫ് സാർ, റിട്ടയർ SP ജോർജ് ജോസഫ് സാറിനോട് ഒരു ഇന്റർവ്യൂവിൽ ലക്ഷ്മിയുടെ ഈ ബിഹേവിയറിനെ പറ്റി ചോദിച്ചപ്പോൾ ജോർജ് ജോസഫ് സാർ പറഞ്ഞതെന്ന് പറയുന്നത്, ഒരു സാധാരണ കുടുംബിനി ആണെന്ന് പറഞ്ഞാണല്ലോ ലക്ഷ്മി പറയുന്നത്. സാധാരണ സ്ത്രീകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഞാനെന്ന്. പക്ഷെ അങ്ങനെ ഒരു സാധാരണ കുടുംബിനി വന്ന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ അല്ല ലക്ഷ്മി കൊടുത്തത്. നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ എങ്ങനെ ഇരുന്ന് കണ്ണിൽ പൊടിയിടാം, അതാണ് ഈ ഇന്റർവ്യൂവിൽ കൂടി ലക്ഷ്മി കൊടുത്തത് എന്നാണ് നമ്മുടെ ജോർജ് ജോസഫ് സാറ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ പരിഹാരം കഴിക്കുന്ന ഈ ഒരു ആക്സിഡന്റുമായി ഇതിന്റെ ഫോളോ അപ്പ് ചെയ്ത ഒരൊറ്റ മനുഷ്യരും ലക്ഷ്മിയുടെ ഈ ഇന്റർവ്യൂ വിശ്വസിക്കത്തില്ല എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ് പ്രിയ സുഹൃത്തുക്കളെ. ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിലോട്ട് പോകാം. ലക്ഷ്മി നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. ഇതല്ലാതെ ഇപ്പം തുറന്നു പറയുമ്പോൾ തന്നെ ഏതെങ്കിലും രീതിയിൽ പറയണം എന്നുള്ള എന്തെങ്കിലും സമ്മർദ്ദമോ അല്ലെങ്കിൽ ലക്ഷ്മിക്ക് എന്തെങ്കിലും പേടിയോ ഉണ്ടോ? ഞാൻ എന്താ പറയണ്ടേ, എന്നെ സംബന്ധിച്ച് ഞാനൊരു വളരെ സാധാരണക്കാരിയായ സ്ത്രീയാണ് ജയൻ. എനിക്ക് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുട്ടി എന്നുള്ളത് എൻ്റെ ടോപ്പ് പ്രയോറിറ്റിയാണ്. എൻ്റെ കാര്യത്തിലും മുകളിൽ. എൻ്റെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, ഞാൻ മോൾക്ക് കുറച്ചുകൂടി ഏജ് ആവട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ ഈ പറഞ്ഞ ജോണ്ടിസും അതുപോലെ. ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഞാൻ ഫുൾ കാണിക്കുന്നില്ല കേട്ടോ. കുറെ എക്സ്പ്ലനേഷൻ ആണ് ലക്ഷ്മി അവിടെ കൊടുക്കുന്നത്. അതായത് ഇത് ആരുടെയും സമ്മർദ്ദത്തിൽ, നിങ്ങൾക്ക് ആരുടെയും സമ്മർദ്ദമുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഭയക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് ലക്ഷ്മി ഒരു എസ്സേ തന്നെയാണ് അവിടെ മൊത്തം പറയുന്നത്. സത്യം പറഞ്ഞ ഒരു യെസ് അല്ലെങ്കിൽ നോ പറയേണ്ട സ്ഥാനത്താണ് പുള്ളിക്കാരി ഇങ്ങനെ ഒരു വലിയ എക്സ്പ്ലനേഷൻ തരുകയും അവസാനം ലക്ഷ്മി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, സംശയാസ്പദമായി ആരെങ്കിലും വന്ന് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഉടനെ ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ പോവുകയും മാധ്യമങ്ങളെ വിളിച്ച് അത് അറിയിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ സൈക്കോളജിസ്റ്റിന് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ലക്ഷ്മി ആരുടെയെങ്കിലും ഭീഷണിക്ക് വഴങ്ങിയാണോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിലാണോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്ന ഒരു വലിയൊരു എസ്സേ. അതായത് ടെക്നിക്കലി നമ്മൾ പറയും ഇറ്റ്സ് എ റെസ്യൂം സ്റ്റേറ്റ്മെന്റ്. അതായത് പെട്ടെന്നൊരു ടഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ചോദ്യം നമുക്ക് വളരെ സ്ട്രെസ് ഉണ്ടാക്കി അല്ലെങ്കിൽ പെട്ടെന്നൊരു ഉത്തരം പറയാൻ നമുക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരാണ് അല്ലെങ്കിൽ നമ്മളെ പറ്റിയുള്ള കുറേ ഗുഡ് ക്വാളിറ്റീസ് നമ്മൾ എലിവേറ്റ് ചെയ്യും. അതിനുശേഷം ഞാനൊരു പർട്ടിക്കുലർ ഗ്രൂപ്പിലുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാനിവിടെ കാലങ്ങളായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഞാനൊരു സാധാരണ ആളാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്, അല്ലെങ്കിൽ എക്സാക്ട് വേർഡ്സ് ആൻഡ് എസ്സേസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ലക്ഷ്മി പറയുന്നത് 90% വരുന്ന സ്ത്രീകൾ, സാധാരണക്കാരായ സ്ത്രീകളിൽ വരുന്ന ഒരു സ്ത്രീയാണ്. അതുപോലെ സമാനമായിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ. സോ നോർമലി ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ആരുടെയെങ്കിലും ഭീഷണിക്ക് വഴങ്ങിയാണോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റും. അല്ല, എനിക്ക് ഞാൻ ആരുടെയും ഭീഷണിക്കല്ല, അങ്ങനെ വളരെ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനോട് അർത്ഥം വരുന്ന രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് വളരെ വലിയൊരു ഇൻട്രോഡക്ഷൻ കൊടുത്തതിന് ശേഷം ഏറ്റവും അവസാനം മാത്രമാണ് ആ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യുന്ന ആൻസർ വരുന്നത്. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാലുവിൻ്റെ മരണത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളോ അല്ലാതെ അത് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. സോബി എന്ന വ്യക്തി അയാൾ കണ്ട ഒരു കാര്യം എക്സ്പ്രസ് ചെയ്തു. എക്സാക്ട്ലി ടൈം എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. സോ അങ്ങനെ ഒരു കാര്യം ഒരാൾ എക്സ്പ്രസ് ചെയ്തിട്ടും ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല.
ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ ആൻഡ് ഓൾസോ എ റെഡ് ഫ്ലാഗ്. ഫ്രണ്ട്സ്, ഇവിടെ ഈ സൈക്കോളജിസ്റ്റ് പറയുന്നത് ശരിയല്ലേ? അതായത് സോബി പറഞ്ഞതാണ് ഇങ്ങനെ ഒരു കാര്യം കണ്ടു, ബാലുവിനെ ആരൊക്കെയോ ചേർന്ന് ആക്രമിക്കുന്നത്. എന്നിട്ട് പോലും ലക്ഷ്മി എന്ത് നടപടിയാണ് ലക്ഷ്മി അതിനു വേണ്ടി എടുത്തത്? അത് മാത്രമല്ല, നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് എന്താണ്? പ്രകാശൻ തമ്പിയെയും അർജുനെയും രക്ഷിക്കാൻ ശ്രമിക്കുന്ന ലക്ഷ്മിയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. പ്രിയ സുഹൃത്തുക്കളെ, കമന്റ് സെക്ഷനിൽ കുറെ പേര് വന്ന് ചോദിച്ചതാണ്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അങ്ങനെ ലക്ഷ്മി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലക്ഷ്മി അനുഭവിക്കും. എന്നാ ബാലുവിന്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത വിഷമമാണോ നിനക്ക്? ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് മാത്രമല്ല, പ്രിയ വേണുഗോപാല് മുറപ്പെണ്ണാണ്, അതുകൊണ്ട് ബാലുവിനെ കിട്ടാത്തതിന്റെ ചുരുക്കാണ് ഈ തീർക്കുന്നത് എന്നൊക്കെയുള്ള വളരെ നീചമായ രീതിയിലുള്ള മെസ്സേജാണ് ചില കൃമികൾ വന്ന് നിന്ന് നമുക്ക് ഇടുന്നത്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ബാലുവിന് ഉണ്ടായിരുന്നത് ഒരു സഹോദരിയാണ്. അവര് രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആ അച്ഛനും അമ്മയ്ക്കും ഇന്ന് മക്കളില്ല, അവർ ഒറ്റയ്ക്കാണ്, അവര് വാർദ്ധക്യത്തിലാണ്. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ ഈ പ്രിയ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് മകളുടെ സ്ഥാനത്ത് അവർക്കുള്ളത്. അപ്പോൾ അതിനെയും ഈ കാമക്കണ്ണ് കൊണ്ട് കാണരുത് എന്നാണ് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് മെസ്സേജ് അയക്കുന്നവർക്കെല്ലാം ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ വഴിയും നിങ്ങളുടെ കമന്റ് വഴിയും നമുക്ക് ഈ ഒരു ഹെൽപ്പേ ബാലുവിന്റെ കുടുംബത്തിനായിട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്തായിരുന്നാലും ലക്ഷ്മിക്ക് തന്റെ ഹസ്ബൻഡ് എങ്ങനെ മരിച്ചതെന്ന് അറിയണമെന്ന് ഒരാഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നില്ല. അച്ഛനും അമ്മയ്ക്കും അറിയണമെന്നുണ്ട്, സഹോദരിമാർക്കും അറിയണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെങ്കിലും ഇത് തെളിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രിയ സുഹൃത്തുക്കളെ, അവർക്കായിട്ട് പ്രാർത്ഥിക്കാം. അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ബൈ.